നമസ്കാരം. നാളെ ദേശീയ പണിമുടക്കിന് CPM ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ദേശീയ പണിമുടക്കെന്ന് പറയുമ്പോൾ 10 വർഷം തികയാറായി കേരളത്തിൽ CPM ഭരണത്തിൽ എത്തിയിട്ട്. എന്ത് നേട്ടമാണ് കേരളത്തിന് വേണ്ടി ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിച്ചത്, അതാ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് സാധിച്ചത് എന്ന ചോദ്യം ജനങ്ങൾ ഇവിടെ ഉയർത്തുകയാണ്. വെറും തുച്ഛമായ പൈസയ്ക്ക് ജോലി ചെയ്ത് അന്നന്ന് ജീവിതം തള്ളി നീക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരുടെ വയറ്റത്തടിക്കുന്ന ഒരു സമരമാണ് CPM നാളെ നടത്താൻ പോകുന്നത്. ഭാരതത്തിൽ ഒരു സംസ്ഥാനം പോലും CPM ഭരണം നടത്തുന്നില്ല. ആകെയുള്ളത് കേരളത്തിലാണ്. മുടിപ്പിക്കേണ്ട അങ്ങേയറ്റം മുടിപ്പിച്ച് ശരശയിലാണ് കേരളത്തെ CPM ഇപ്പോൾ കിടത്തിയിട്ടുള്ളത്. ആദ്യം ഒരു ചിത്രം, ആ ചിത്രം കാണിച്ചതിന് ശേഷം നാളത്തെ പണിമുടക്കിനെ കുറിച്ച് പറയാം. ഇന്നലെ ഗുരുവായൂർ ദർശനത്തിനായി കൊച്ചിയിൽ വിമാനമിറങ്ങിയ ഉപരാഷ്ട്രപതിയെ സ്വീകരിക്കാനായി വിരിച്ച പരവതാനി ശക്തമായ കാറ്റിൽ പറന്നുപോയപ്പോൾ ശരിയാക്കിയിടുന്ന ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ഒപ്പം അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ അബ്ദുൾ റഷീദുമാണ്. ഇതാണ് ആതിഥ്യ മര്യാദ. അത് മാത്രമല്ല, ഇതാണ് മോദിയുടെ സ്വയം സേവകൻ. ഇതിനെയാണ് രാജ്യസേവകൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നോക്കുകൂലി വാങ്ങി ശീലിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളും തേച്ചുമെഴുകിയ വസ്ത്രത്തിൽ ഒരു ചുളിവ് പോലും വീഴാതെ സ്വന്തം നേട്ടത്തിനായി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മന്ത്രി P രാജീവിനെ പോലുള്ളവരാണ്. അവരെ ഒന്നും തന്നെ രാഷ്ട്രീയ നേതാവെന്ന് വിളിക്കാൻ കഴിയില്ല. നാളെ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് മോദിക്കെതിരെ സമരം നടത്തുമ്പോൾ ഭാരതത്തിൽ ഒരു സംസ്ഥാനത്ത് പോലും CPM എന്ന പാർട്ടി ഇല്ല. അപ്പോൾ അവർ എങ്ങനെ കേരളത്തിൽ സമരം നടത്തും? വേണമെങ്കിൽ ദില്ലിയിലൊക്കെ കൊടിയും പിടിച്ചുകൊണ്ട് പ്രകാശ് കാരാട്ടും അതോടൊപ്പം തന്നെ CPM-ലെ നേതാക്കളെയും എല്ലാം കൂടെ അണിനിർത്തിക്കൊണ്ട് ഫുട്പാത്തിൽ ശബ്ദം താഴ്ത്തി ഒരു സമരം നടത്താം. കേരളത്തിൽ മാത്രം അവർക്ക് ഭരണമുള്ളത് കൊണ്ട് വലിയ രീതിയിൽ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, അതാണ് ലക്ഷ്യം. നാളെ അതാണ് നടക്കാനും പോകുന്നത്. ഓട്ടോറിക്ഷകളും, അതായത് അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുന്ന ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുണ്ട്. അവരൊക്കെ ഓട്ടോറിക്ഷയുമായി ഇറങ്ങിയാലും ആശുപത്രിയിൽ പോകാനായിട്ട് രോഗികളെയും കൊണ്ട് ഓട്ടോറിക്ഷയുടെ സഹായത്തോടെ പോയാലും ഇവർ ഈ ഓട്ടോറിക്ഷ അടിച്ചു തകർക്കും. കാരണം പോലീസൊന്നും ഇവരുടെ രോമത്തിൽ തൊടില്ല. കാരണം പോലീസിനെ നിയന്ത്രിക്കുന്നത് CPM ആണ്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ CPM-ലെ നേതാക്കൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് കേരള സർക്കാർ വിശേഷിപ്പിക്കുമ്പോൾ ഒരാൾക്ക് പോലും കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ കഴിയില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. വ്യവസായം ആരംഭിച്ചാൽ അപ്പോൾ തന്നെ ഈ പറയുന്ന CITU തൊഴിലാളികൾ വരും. അവരുടെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് തരിപ്പണമാക്കി അവസാനം ഒരു മുഴക്കയറിൽ ജീവിതം അവസാനിപ്പിക്കും. അപ്പോൾ പിന്നെ എന്തിനാണ്, ആരെ കാണിക്കാനാണ്, ആർക്ക് വേണ്ടിയാണ്, ആരെ ബോധ്യപ്പെടുത്താനാണ് നാളെ ഈ ദേശീയ പണിമുടക്കെന്ന് പറഞ്ഞ് ഒരു ജനത്തെ മുഴുവനും സ്തംഭിച്ചുകൊണ്ട്, കേരളത്തെ മുഴുവൻ ഞെക്കി സ്തംഭിച്ചുകൊണ്ട് ഈ ഒരു ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്യുന്നത്? 10 വർഷം ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിച്ചിരുത്തിയ സർക്കാർ എന്ത് ചെയ്തു? ആരോഗ്യ മേഖല തകർത്ത് തരിപ്പണമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത, വിവരം പോലും ഇല്ലാത്തവരെ കൊണ്ട് വിദ്യാഭ്യാസത്തെ നിയന്ത്രിപ്പിക്കുന്നു. അത് ഉന്നത വിദ്യാഭ്യാസമായിരുന്നാലും സാധാ വിദ്യാഭ്യാസ മേഖലയായിരുന്നാലും. പോലീസ്, ആഭ്യന്തര മന്ത്രി പിണറായി വിജയൻ പോലീസിന്റെ ഒരു ABCD പോലും അറിയാത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. ലോ ആൻഡ് ഓർഡർ അപ്പാടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കൃഷി, കർഷകർ ഇവിടെ ഓരോ ദിവസവും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ കുറച്ച് മാസത്തിനു മുമ്പേ കണ്ടതാണ്. അതായത് കർഷകർ, നെടുമങ്ങാട് ഭാഗങ്ങളിൽ കർഷകർ തന്നെ അവർ നട്ട് വിളച്ച ശുദ്ധമായ പച്ചക്കറികൾ, ഒരു രാസപദാർത്ഥം പോലും ചേർക്കാത്ത പച്ചക്കറികൾ സെക്രട്ടേറിയറ്റിൽ കൊണ്ട് അവർ എറിഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകുന്നു. പ്രതിഷേധം. അങ്ങനെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സമയങ്ങളിൽ ഒരു വലിയ രീതിയിലൊരു ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് കൊടുക്കും. പിന്നെ കിറ്റൊന്നും തന്ത്രമൊന്നും ഇനി ഇവിടെ വില പോവില്ല. അങ്ങനെ ജനങ്ങളെ മൊത്തം, കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ മുഴുവൻ കടവും വാങ്ങിച്ച് എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഈ സർക്കാർ പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ ബാധ്യത, ഇതിൻ്റെയൊക്കെ പ്രശ്നവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമൊക്കെ ചുമക്കേണ്ടത് ജനങ്ങളാണ്. അതുകൊണ്ട് നാളത്തെ ഈ ദേശീയ പണിമുടക്ക് 1 രൂപയുടെ പോലും പ്രയോജനമില്ല. ദേശീയ പണിമുടക്ക് വിജയിച്ചു എന്ന പേരിൽ നിങ്ങളുടെയൊക്കെ പാർട്ടി നേതാക്കന്മാരും അല്ലെങ്കിൽ അണികളും അവിടെ ഇവിടെയൊക്കെ കട തുറന്നവന്റെ ചായക്കടകളും തട്ടുകടകളും ഒക്കെ അടിച്ചു തകർക്കാനും, ചിലപ്പോൾ വണ്ടികളൊക്കെ, സ്വകാര്യ വാഹനങ്ങൾ തടയാനും, റെയിൽവേ സ്റ്റേഷനും അതോടൊപ്പം വിമാനത്താവളങ്ങളും ആശുപത്രിയിൽ പോകുന്നവരെയൊക്കെ ഭീഷണിപ്പെടുത്താനും തടയാനും മൂക്കിടിച്ച് പരത്താനും ഒക്കെ ഉണ്ടാകും. അങ്ങനെ കാണിച്ചാലും
ഈ പണിമുടക്ക് വിജയിക്കാൻ പോകുന്നില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.